എൻ്റെ മോനൊരു സാധനം ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ ഉടുപ്പേ തൂക്കില്ലടാ. 2-3 ദിവസത്തേക്കുള്ള ദോശമാവ് ഞാൻ ദാ അരച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലികൾ കുറച്ചൊക്കെ എളുപ്പമാണ്. വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെടുത്തിട്ട് 2 ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ വേഗം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ മിക്കപ്പോഴും. നമുക്ക് ഇഡ്ഡലിയാണ്, പക്ഷേ എന്നാലും ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക തരം ഒരു ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ അതാ തലേ ദിവസത്തെ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ ഞാൻ കരുതി ചമ്മന്തിയിൽ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന്, ഈ വെള്ള ചമ്മന്തിയും അതേപോലെ ചോമ്പ് ചമ്മന്തി ആയില്ല. അപ്പോൾ ഇന്നൊരു പിങ്ക് ചമ്മന്തി ആവട്ടെ എന്ന് കരുതി ഞാൻ എന്താ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞു കഷ്ണം ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതങ്ങ് അരച്ചെടുക്കുമ്പോൾ നല്ല പിങ്ക് കളറിൽ കിട്ടും. അപ്പോൾ അതങ്ങ് കടുകും മുളകും ഒക്കെ താളിച്ചിട്ട് ഞാൻ അതിലേക്ക് ഈ അരച്ച് വെച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വേറെ പണിയൊന്നുമില്ല, നമ്മൾ ആ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം ബീട്രൂട്ടും കൂടി ഇടാം. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പിള്ളേർ സെറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ രണ്ടാമത് ചോദിച്ച് നക്കി തിന്നിട്ട കൈ അവൻ മേത്ത് തൂത്തതിനാണ് ഞാൻ ആദ്യമേ തന്നെ വഴക്ക് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയി, എൻ്റെ കട്ടൻ ചായ ആയി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ.